നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടക്കഴിയൂർ നാലാംകല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കുറുക്കന്റെ ആക്രമണത്തിൽ പകച്ച് നാട്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. സിസിടിവി വാർത്തയെ തുടർന്നാണ് നടപടി. ഒരുവനയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അംഗങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതിപക്ഷ ആരോപണം അവാസ്തവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വീടും പരിസരവും അരങ്ങാക്കി ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന 3ാമത് വീട്ടരങ്ങ് നാടകം. ശങ്കരേട്ടന്റെ വെളിപാടുകൾ കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്തു. സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കി മറ്റം ചേലൂരിൽ അരങ്ങേറിയത് ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ 3ാമത് വീട്ടരങ്ങ് നാടകം. വാർത്തകൾ വിശദമായി. ഓർമ്മകളുടെ വീണ്ടെടുപ്പുമായി 4 ദിനരാത്രങ്ങൾ. കുട്ടാടൻ നിറവന തിരിതെളിഞ്ഞു. കുട്ടാടൻ പാടത്തെ കർഷക ജീവിതങ്ങൾക്ക് വെളിച്ചവും വഴികാട്ടിയുമായിരുന്ന CK കുമാരന്റെ സ്മരണാർത്ഥമാണ് 4 ദിനങ്ങളിലായി കുട്ടാടൻ നിറവ് 25 സംഘടിപ്പിക്കുന്നത്. വിളംബര ഘോഷയാത്രയോടെയാണ് കുട്ടാടൻ നിറവിന് തുടക്കമായത്. തുടർന്ന് ഗുരുവായൂർ ആനക്കോട്ട പരിസരത്ത് CK കുമാരൻ നഗറിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. CK കുമാരന്റെ അനുസ്മരണാർത്ഥം കുട്ടാടൻ നിറവ് എന്ന പേരിട്ടുകൊണ്ട് ഒരു കാർഷികോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സംഘാടക സമിതിയെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് കാതുകൊടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ചാരിതാർത്ഥ്യം ഒന്ന് വേറെ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതിയുമായിട്ടുള്ള ജൈവബന്ധം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്ന അതിയായ ഒരു സന്തോഷവും സംതൃപ്തിയുമുണ്ട്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അനുമോദന സദസ്സും കാർഷിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ, കൌൺസിലർമാരായ ബിബിത മോഹൻ, ഫൈസൽ പൊട്ടത്തയിൽ, കുട്ടാടൻ നിറവ് ചെയർമാൻ TT ശിവദാസൻ, കൺവീനർ KPV വിനോദ്, പേരകം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KN രാമചന്ദ്രൻ, എറിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രകാശ് ഉള്ളേരി, മട്ടന്നൂർ ശ്രീജിത്ത്, ചിറക്കൽ നിതീഷ് എന്നിവരുടെ മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറി. കാർണിവൽ, രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, പച്ചക്കറി മത്സ്യമാംസ വിപണനമേള, ദൃശ്യചാരുതയുടെ നിറച്ചാർത്തുമായി കലാപരിപാടികൾ തുടങ്ങിയവ 4 ദിവസങ്ങളിലായി നടക്കും. എടക്കഴിയൂർ നാലാംകല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. നാലാംകല്ല് പടിഞ്ഞാറ് പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. സഹോദരൻ സിനാനൊപ്പം വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ഓടിവന്ന കുറുക്കൻ സയാനെ ആക്രമിക്കുകയായിരുന്നു. ചുണ്ടിന് കടിയേറ്റതോടെ കുട്ടി നിലവിളിച്ചു. ഇതോടെ പരിസരവാസികൾ എത്തിയതോടെ കുറുക്കൻ ഓടിപ്പോയി. ചുണ്ടിന് പരിക്കേറ്റ കുട്ടിയെ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഉച്ചയോടെ മറ്റൊരു സ്ത്രീക്ക് നേരെയും കുറുക്കൻ ആക്രമണത്തിന് തുനിഞ്ഞു. തലനാരിഴയ്ക്കാണ് ഇവർ കുറുക്കന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് CCTV നിരവധി തവണ വാർത്തകൾ നൽകിയിരുന്നു. പാതയിൽ സംഗീത നഗറിന് സമീപം വളവിലെ തകർന്ന റോഡും കവുക്കോട് പാലത്തിന് സമീപവുമാണ് വലിയ കുഴികൾ ഇരുചക്രവാഹനങ്ങൾക്ക് അപകട ഭീഷണിയായിരുന്നത്. നിരവധി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് യാത്രക്കാർക്ക് പരിക്കുപറ്റിയിരുന്നു. ഏറെ നാളുകൾക്കു ശേഷം കഴിഞ്ഞ ദിവസമാണ് തകർന്ന റോഡ് റീടാറിംഗ് നടത്തി പാത സഞ്ചാരയോഗ്യമാക്കിയത്. അതേസമയം റോഡിനിരുവശവും മണ്ണും ചരലും കൂനിയായി കിടക്കുന്നുണ്ട്. മഴ ശക്തമാകുന്നതോടെ ഇവ റോഡിലേക്ക് ഒഴുകിയെത്തി അപകടങ്ങളുണ്ടാകുവാൻ സാധ്യതയേറെയാണെന്ന് ആശങ്കയുണ്ട്. പാലക്കാട് ജില്ലാതിർത്തി കവുക്കോട് പാലം മുതൽ 100 മീറ്റർ ദൂരം ഏറെ കാത്തിരിപ്പിന് ശേഷം ഫെബ്രുവരി അവസാനം ടാറിംഗ് നടത്തിയിരുന്നു. പഴഞ്ഞി, കടവല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പട്ടാമ്പി, ചാലിശ്ശേരി ഭാഗത്തേക്ക് പോകുവാൻ എളുപ്പവഴി കൂടിയായ പാതയിൽ ദിനംപ്രതി സ്വകാര്യ ഡെന്റൽ കോളേജ്, സ്കൂൾ, പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വളവിൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും റോഡിനിരുവശത്തും കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു.
ഒരുമനയൂർ പഞ്ചായത്ത് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളം. UDF അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വികസന പ്രവർത്തനങ്ങൾക്കുള്ള 1 കോടി രൂപയോളം ലാപ്സാക്കി കളഞ്ഞ LDF ഭരണസമിതി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയുക. പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമില്ലാതെ പഞ്ചായത്ത് ഹാളിന് വാങ്ങിയ അമിത വാടക ജനങ്ങൾക്ക് തിരികെ നൽകി മാപ്പ് പറയുക. പ്രസിഡന്റിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തിയത്. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരവും നടത്തി. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, നഷ്ര മുഹമ്മദ്, ആരിഫ ജുഫയർ, UDF നേതാക്കളായ ഹംസ കടത്തറ, VP അലി, അബ്ദുൾ വഹാബ്, EP കുര്യാക്കോസ്, VA മോഹനൻ, ഹിഷാം കപ്പൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഒപ്പിടിക്കാൻ ഇവിടെ പറ്റുന്നില്ല, മീറ്റിംഗ് ഒപ്പിടിക്കുന്നില്ല. അങ്ങനെ പ്രസിഡന്റ് തോന്നിയാസം പ്രസിഡന്റിനെ കൊണ്ട് പിന്നില് പ്രസിഡന്റല്ല ഭരിക്കുന്നത്, ഇവിടെ ഭരണചക്രം വേറെ ആളെ ഭരിക്കുന്നത്. അപ്പൊ ഈ ആള് ഏതാളായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ വികസനം, ഒരുമനയൂരിന്റെ വികസനം, ഇവിടെ ഒരു ജനങ്ങൾക്കൊരു കയ്യൊപ്പ് തെറ്റിയെന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ UDF വരും, ഇതൊക്കെ ശരിയാക്കും, ഒരു സംശയവുമില്ല. ഇവിടെ LDF വന്ന് റോഡുകളും. പഞ്ചായത്ത് യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയെന്ന് പ്രസിഡന്റ് വിജിത സന്തോഷ്. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇറക്കിയ റിപ്പോർട്ടിൽ 7ാം സ്ഥാനമാണ് ഒരുമനയൂരിനുള്ളത്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 103.45% തുക ചെലവഴിച്ചുകൊണ്ട് 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത്. അടുത്തൊരു ഇലക്ഷനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവർ ഈ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നത്. 100% തന്നെ ടാക്സ് പിരിച്ചുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം 100% ആക്കിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ചുള്ള ഒരു വിവാദം മുൻ ഭരണസമിതി എങ്ങനെയാണ് വായിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇത്രയും കാലയളവിൽ വായിച്ചിരുന്നത്. വലിയ ഹാളിന് 10,000 രൂപയും ചെറിയ ഹാളിന് 5,000 രൂപയും, അങ്ങനെ കല്യാണ ആവശ്യങ്ങൾക്ക് 15,000 രൂപയാണ് ഇവിടെ വാങ്ങിച്ചിരുന്നത്. അതേ തുക തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റായൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രതിപക്ഷ ആരോപണം ഉയർത്തുന്നതോറും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പല വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ ഇനിയും കൊണ്ടുവരും. ആരോപണങ്ങൾ ഉയരട്ടെ, വികസനങ്ങൾ നടന്നുകൊണ്ടേ. ചാവക്കാട് ബ്ലാങ്ങാട് 2 വയസ്സുകാരി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 9 പേർക്ക് ഭക്ഷ്യവിഷബാധ. വീട്ടിൽ പാചകം ചെയ്ത് കഴിച്ച മത്സ്യക്കറിയിൽ നിന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ബ്ലാങ്ങാട് ബീച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മത്സ്യമാണ് ആരോഗ്യ പ്രശ്നമുണ്ടാക്കിയതെന്നാണ് വിലയിരുത്തൽ. പാകം ചെയ്ത കറി ഉപയോഗിച്ച ദിവസം തന്നെ വീട്ടുകാർക്കെല്ലാം ഛർദിയും അതിസാരവും പിടിപെട്ടു. ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും കൂടിയതോടെ ഇവർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരമറിഞ്ഞ ആരോഗ്യ പ്രവർത്തകരും എത്തി. ഫിഷറീസ് വകുപ്പ് നേതൃത്വത്തിൽ ശുചിത്വ നഗരം സുന്ദരതീരം 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടന്നു. അണ്ടത്തോട് മുതൽ മന്നലാംകുന്ന് വരെയുള്ള തീരത്ത് നിന്നാണ് 2ാം ഘട്ടത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരണം നടത്തിയത്. പുനേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബുഷറ നൌഷാദ്, ഷാനിബ മൊയ്തുണ്ണി, അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ഫിഷറീസ് ഓഫീസർ ടോണി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് ബാർ അസോസിയേഷൻ സ്നേഹസംഗമം 2K25 സംഘടിപ്പിച്ചു. അഭിഭാഷകർ തമ്മിലുള്ള സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും യാത്രയപ്പും കേരള ഹൈക്കോടതി ജസ്റ്റിസ് PM മനോജ് ഉദ്ഘാടനം ചെയ്തു. ഫസ്റ്റ് ക്ലാസ് പോക്സോ ജഡ്ജി അന്യാസ് തയ്യലിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി. കേരള ബാർ അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് മുഖ്യാതിഥിയായി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് V വിനോദ്, ചാവക്കാട് മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക്, ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് V ശാരിക സത്യൻ എന്നിവർ സംസാരിച്ചു. കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളുണ്ടായി. സ്നേഹവിരുന്നും നടന്നു. വീടും പരിസരവും അരങ്ങാക്കി ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന 3ാമത് വീട്ടരങ്ങ് നാടകം ശങ്കരേട്ടന്റെ വെളിപാടുകൾ കാണികൾക്ക് വിസ്മയം തീർത്തു. സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കിയായിരുന്നു വ്യത്യസ്തമായ വീട്ടരങ്ങ് നാടകം അരങ്ങേറിയത്. ഈ പടപ്പെടുത്തോട് പറ്റില്ല, ഇത് പടപ്പെടുത്താൻ പറ്റില്ല, ഷൂട്ടിംഗ് സ്റ്റാറല്ല. ഞാൻ പറഞ്ഞില്ല, ശങ്കരേട്ടൻ അമേരിക്കക്കാരൻ. അമേരിക്കക്കാരൻ അതാണ് ഇയാള്. വീട് വിലക്ക് വാങ്ങാമെന്ന് അമേരിക്കക്കാരൻ. മനസ്സിലായില്ല. ശങ്കരേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ സനൂപ്. സനൂപ് നമ്മുടെ ഇവിടെ പണ്ടൊക്കെ തെങ്ങേറാൻ വന്നിരുന്ന കുമാരണ്ടല്ലോ, പറമ്പിലെ പണിക്കൊക്കെ വന്നിരുന്നേ.
തെങ്ങേറ്റക്കാരൻ കുമാരന്റെ മോൻ. അതന്നെ അതന്നെ. CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടറും നാടകത്തിലെ അഭിനേതാവുമായ KC ജോസിന്റെ മറ്റം ചേലൂരിലെ വീട്ടുമുറ്റമായിരുന്നു നാടകത്തിന്റെ അരങ്ങ്. വീടിന്റെ ഉമ്മറവും മുറ്റവും അരങ്ങാക്കി സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ കോർത്തിണക്കി ശുദ്ധഹാസ്യത്തിന്റെ മേമ്പൊടിയിട്ട് ഒരു കൂട്ടം കലാകാരന്മാർ വേദി കീഴടക്കിയപ്പോൾ കാണികളും ആവേശത്തിലായി. ഇയാൾക്കെന്താ വേണ്ടേ? എന്നോട് ഫാമിലിയിട്ട് വരാൻ പറഞ്ഞിട്ട് ആ ഫാമിലിയെ കിട്ടിയാ? ഫാമിലി പോലെ ഫാമിലി പോലെ എന്റെ ആരാ ഈ അമ്മ? ഇതാ എന്റെ അമ്മച്ചി സ്വന്തം എവിടുന്ന് കിട്ടി? തോട്ടീന്ന് കിട്ടി. കണ്ണമ്പരല്ലോ എവിടുന്നെങ്കിലും കിട്ടി. വേദിയിൽ വന്നുപോകുന്ന ഓരോ കഥാപാത്രങ്ങളും തങ്ങൾ തന്നെയല്ലേ എന്ന് കണ്ടിരുന്നവർ സ്വയം ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാണികളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു വീട്ടരങ്ങ് നാടകത്തിന്റെ വിജയം. അതിനെ മുത്തപ്പനും ഓടി തിരിച്ചടക്കാത്തതിന് എത്ര പ്രാവശ്യം നോട്ടീസ് അയച്ചു, എത്ര പ്രാവശ്യം ഫോണിൽ പിടിച്ചു, വലിയ അടക്കി എന്തേലും ഉണ്ടായോ? ചാർത്തിക്കോ, ഞാൻ ഒപ്പിടാൻ പോവാ. ഞാൻ ഒപ്പിടാൻ പോവാ. അല്ല, എന്തെങ്കിലും ഒരു അപേക്ഷ വെച്ചാ ചിലപ്പോഴേ ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കില്ല. ചിലപ്പോ നടക്കും, ചിലപ്പോ നടക്കില്ല. ലഹരി, സ്ത്രീശാക്തീകരണം, കുടുംബബന്ധങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ തുടങ്ങി സമൂഹത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി സംഭവങ്ങൾ 20ഓളം കലാകാരന്മാരിലൂടെ വിവിധ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയപ്പോൾ ഒരേ സമയം കാണികളെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു നാടകത്തിന്റെ സവിശേഷത. ഉള്ളതൊക്കെ പിറ്റുപറക്കി കടവും വാങ്ങി അവനവിടെ പഠിപ്പിച്ചു. മകൻ ഡോക്ടറാകുന്നത് കാത്ത് സ്വപ്നം കണ്ട് ഞാനിരുന്നു. മയക്കുമരുന്നിന് അടിമയായി ഒരു ഭ്രാന്തനെ പോലെ എന്റെ കാലനായി കണ്ടില്ല. അച്ഛനെ കൊന്ന മകനാണെന്ന് ഒരു ദുഷ്പേരുവേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങനെ ഓടി തളർന്നു. അവസാനം സിനിമാ താരം മീനരാജ് പള്ളുരുത്തിയും സിനിമാ സീരിയൽ താരം രജനി മുരളിയും പ്രധാന വേഷത്തിലെത്തിയ ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് പ്രദീപ് നാരായണനാണ്. ബിനീഷ് താമരയൂർ, രാജൻ പുഷ്പാഞ്ജലി, സുനിൽ ചന്ദ്രൻ, കരീം വെള്ളാങ്ങല്ലൂർ, KC ജോസ്, ഹരിദാസ് പടക്കൂട്ടെ, സൈല ശ്രീധർ, പ്രേംരാജ്, മുജീബ് ഗുരുവായൂർ, ലെനിൻ അലക്, മേരി ജേക്കബ് കോട്ടപ്പടി, സുജ രാജേഷ്, ശകുന്തള പ്രേമൻ, കല അനിൽ, ദിവ്യ MC എന്നിവർ അരങ്ങിലെത്തി. പശ്ചാത്തല സംഗീത നിയന്ത്രണം അൻസാർ അബ്ബാസ്, കലാസംവിധാനം സുധീർ ഉപ്പുങ്ങൽ, ചമയം സുന്ദരൻ ചെട്ടിപ്പടി, ഓഫീസ് നിർവഹണം ഷാജി, വാർത്താപ്രചരണം ബിനീഷ് കാവിലക്കാട്, രമേഷ് ചേമ്പിൽ എന്നിവരും നിർവഹിച്ചു. നേരത്തെ വീട്ടരങ്ങ് നാടകത്തിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വളരെ നാച്ചുറലായി ഇവിടെ അരങ്ങേറുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള 6ാം വാർഡിന്റെ മെമ്പർ ശ്രീമതി ഷാലി ചന്ദ്രശേഖരൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജോസേട്ടൻ, ആമുഖ പ്രസംഗം നടത്തിയ വാർഡ് മെമ്പർ ഷാലി ചന്ദ്രശേഖരൻ അധ്യക്ഷയായി. ജോസ് ടി തോമസ് ആമുഖ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ മാറ്റപ്പെട്ടൊരു കാലഘട്ടത്തിനെ പുനഃസൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ രാഷ്ട്രീയവാദികളല്ലാതെ അരാഷ്ട്രീയ ചിന്തകളും ഈ ലഹരികൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പോയത്. നമ്മൾ കാണുന്ന മാറ്റപ്പെടണം. ഇത്തരം വീട്ടുമുറ്റ നാടകങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരു പഴയ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഇതിനെ താഴ്ത്തിക്കെട്ടാനല്ല, അതിൻ്റെ ആധുനിക തലത്തിലേക്ക് ഇതിനെ മാറ്റപ്പെട്ടുകൊണ്ട് വീട്ടുമുറ്റത്ത് ആളെ കൂട്ടുന്ന തരത്തിലേക്ക്, മനുഷ്യൻ പരസ്പരം കാണുന്ന തരത്തിലേക്ക് ഒരു ജൈവ ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന ഇത്തരം ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തിരക്കഥാകൃത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, എടക്കളത്തൂർ ദേശാഭിമാനി നാടകവേദി പ്രവർത്തകൻ KC ഷാജു, റെജി, NTV ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, ദിലീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ നാടകപ്രവർത്തകരായ മീനരാജ് പള്ളുരുത്തി, രജനി മുരളി, സുനിൽ ചന്ദ്രൻ, രാജൻ പുഷ്പാഞ്ജലി, സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രദീപ് നാരായണൻ, നാടകത്തിന് നൽകുന്ന പ്രോത്സാഹനത്തിന് റോസി ജോസ്, ഉണ്ണിയാശാൻ, വസന്ത എന്നിവരെ ആദരിച്ചു. അന്തരിച്ച പാലയൂർ സൗണ്ട് ആൻഡോ, ഏറത്ത് വിജയൻ ഭാര്യ ലീല, പൊന്നരാശ്ശേരി ശേഖരൻ ഭാര്യ യശോദ എന്നിവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ചടങ്ങ് ആരംഭിച്ചത്. KC ജോസ് സ്വാഗതവും
പ്രസാദ് വാഗ നന്ദിയും പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ ഉൾപ്പെടുന്ന വാഗ ഗ്രാമലക്ഷ്മി റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം ഷാലി ചന്ദ്രശേഖരൻ, എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP രാജു, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് TD സുനിൽ, മുൻ പഞ്ചായത്ത് അംഗം CT ഫ്രാൻസിസ്, KM പരമേശ്വരൻ, PK സുലൈമാൻ എന്നിവർ സംസാരിച്ചു. 550 മീറ്റർ നീളമുള്ള റോഡിന് 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. പലതവണ റീടാറിംഗിനായി പദ്ധതി സമർപ്പിച്ചിരുന്നുവെങ്കിലും കരാറുകാർ ബഹിഷ്കരിച്ചതിനാൽ റോഡ് റീടാറിംഗ് നടന്നിരുന്നില്ല. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രവും ജില്ലാ മെഡിക്കൽ ഓഫീസും സംയുക്തമായി അതിഥി തൊഴിലാളികൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി. അതിഥി തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന മണികണ്ഠേശ്വരത്ത് നടത്തിയ ക്യാമ്പിൽ 50ഓളം പേർ പങ്കെടുത്തു. തൊഴിലാളികളുടെ രക്തസമ്മർദ്ദം, പ്രമേഹം, മലേറിയ, ക്ഷയം എന്നീ അസുഖങ്ങൾക്കുള്ള പരിശോധനകൾ നടത്തി. മണികണ്ഠേശ്വരം ബ്രെയിൻ സ്റ്റഡി സെന്ററിൽ നടത്തിയ ക്യാമ്പിന് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ NG അജിത, SN ഹമീമ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് J ജോളിമോൾ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ, വാർഡ് മെമ്പർ സരസ്വതി എന്നിവർ പങ്കെടുത്തു. വാക്കുകളിലും പെരുമാറ്റത്തിലും പുലർത്തുന്ന ലാളിത്യം മുഖമുദ്രയാക്കിയ വടക്കുംപാട്ട് നാരായണൻ മാഷ സപ്തതിയുടെ നിറവിൽ. 70 സംവത്സരം നീണ്ട ജീവിതത്തിൽ ഒരാൾ പോലും മുഖം കറുക്കാതെ ഹൃദയത്തിലിടം നൽകിയ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് സൗഹൃദ വലയത്തിനുള്ളിൽ വടക്കുംപാട്ട് എന്നറിയപ്പെടുന്ന നാരായണൻ മാഷ്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ വടക്കുംപാട്ട് മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും നങ്ങേലി അന്തർജനത്തിന്റെയും മകനായി കൊല്ലവർഷം 1130 മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് നാരായണൻ നമ്പൂതിരിയുടെ ജനനം. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂൾ, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. പ്രൈവറ്റായി പഠിച്ച് MA ബിരുദം നേടിയതിനെ തുടർന്ന് മൈസൂരുവിൽ ശ്രീരാമകൃഷ്ണ മഠത്തിന് കീഴിലുള്ള കോളേജിൽ നിന്നും B.Ed പൂർത്തിയാക്കി. തുടർന്ന് പഠനം നടത്തിയ വിദ്യാലയമായ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. എന്നാൽ 6 മാസം പിന്നിടുമ്പോഴേക്കും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ സ്കൂളിൽ ജോലി ലഭിച്ചതോടെ അങ്ങോട്ട് മാറി. പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിൽ നിന്നും പ്രിൻസിപ്പാളായാണ് നാരായണൻ മാസ്റ്റർ പടിയിറങ്ങിയത്. ഇതിനിടെ 2 തവണ കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയും വടക്കുംപാട്ട് വഹിച്ചു. ജോലിയിൽ തുടരുന്നതിനിടെ തൃശൂരിലെ തെക്കേ മഠത്തിന്റെ പ്രവർത്തനങ്ങളിലും മാഷ് പങ്കാളിയായിരുന്നു. ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തെക്കേ മഠം പ്രധാന പ്രവർത്തന കേന്ദ്രമായി മാറി. രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം മുതൽ തൃശൂരിലെയും ആളൂരിലെയും സാധാരണക്കാരോടും ലാളിത്യത്തോടെ ഒരേപോലെ ഇടപഴകാൻ മഠത്തിന്റെ പ്രവർത്തനങ്ങൾ മാഷെ പ്രാപ്തനാക്കി. എൻ്റെ പല ഗുരുനാഥന്മാർ, വലിയ വലിയ ആൾക്കാർ, അക്കത്തം തൊട്ട് ഉള്ള അനവധി ആൾക്കാർ എപ്പോഴും പറയണത് അവനവൻ്റെ ഉള്ളിലുള്ള ഈ ഞാനാണ് കുഴപ്പക്കാരൻ, അതില്ലാണ്ട് ആക്കാൻ ശ്രമിച്ചാൽ പരമാവധി സമാധാനം കിട്ടും എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറ്റുന്നിടത്തോളം ശ്രമിക്കാറുണ്ട്. ഞാനൊന്നും ആരും അല്ല എന്ന ആ ഒരു തോന്നൽ. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റണത് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാമല്ലോ. പലരോടും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഉപദ്രവിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അത് കുറയ്ക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരു ഉപകാരം ചെയ്യാവോ, ഞാൻ കേമനാണ്, ഒന്നുമില്ല. സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മത രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രഗത്ഭരുമായും നിരന്തരം ഇടപഴകാൻ അവസരം ലഭിച്ചപ്പോഴും തന്റെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കാനും തന്നോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അതിന്റെ വെളിച്ചം പകർന്നു നൽകാനുമാണ് വടക്കുംപാട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാഹിത്യമേഖലയിലും തന്റെ കയ്യൊപ്പ് ചാർത്താൻ മാഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അക്കിത്തത്തിന്റെ ജീവചരിത്രം ഉൾപ്പെടെ 12 പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്നു. വിശ്രമമില്ലാത്ത വിശ്രമജീവിതം നയിക്കുന്നതിനിടെ ഏകദേശം 1 വർഷം മുൻപ് ഡോക്ടറേറ്റ് നേടാനും നാരായണൻ മാഷിക്കായി എന്നത് അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ പ്രതിഫലനമാണ്. വലിയ ആൾക്കാരോട് അവർ വലിയ ആൾക്കാർ തന്നെയാണ്, നമ്മളെക്കാൾ വലിയ ആൾക്കാരുണ്ട്. അത് ഏത് രംഗത്തുള്ളതായാലും, രാഷ്ട്രീയമായാലും സാഹിത്യമായാലും ചിത്രകലയായാലും സിനിമയായാലും ഒക്കെ തന്നെ. അത് അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അത് ചെറുപ്പം മുതൽ തന്നെ അവരോടൊക്കെ തന്നെയുള്ള ഒരു ആരാധന,
അത് ഇസങ്ങൾക്കും അപ്പുറത്ത് ഉള്ള ഒരു ആരാധനയാണ്. അത് അന്നും ഇന്നും ഉണ്ട്. അത് വലിയൊരു അനുഭവം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. എൻ്റെ വലിയൊരു സമ്പാദ്യം അതാണ്. ആളൂരിലെ വടക്കുംപാട്ട് മനയോട് ചേർന്നുള്ള വീട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുന്നംകുളം ശാഖയിൽ നിന്നും വിരമിച്ച ഭാര്യ ശാന്ത അന്തർജനം, മകൻ കൃഷ്ണചന്ദ്രൻ, മരുമകൾ നമിത, പേരക്കുട്ടി ആനന്ദ് നാരായണൻ എന്നിവർക്കൊപ്പം സപ്തതിയിലെത്തിയ ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തനാണ് നാരായണൻ മാഷ്. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടങ്ങോട് GLP സ്കൂളിന് ബെഞ്ചും ഡെസ്കും വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് 40 ജോഡി ബെഞ്ചും ഡെസ്കും വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ബെഞ്ചും ഡെസ്കും സ്കൂൾ പ്രധാന അധ്യാപികയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക VG പ്രമീള, സ്റ്റാഫ് സെക്രട്ടറി KR റീന, PTA അംഗങ്ങളായ KK സുമേഷ്, വിദ്യാ പ്രബീൻ, ശ്രുതി ബിജീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി 50 മാസം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന 50 ഉദ്ഘാടനങ്ങളിലെ 42ാമത്തെ ഉദ്ഘാടനമാണിത്. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തട്ടിപ്പും തിരിമറിയും നടത്തിയതായി ആരോപിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷി ഓഫീസിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി കഴിഞ്ഞ ദിവസം ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. സഹപ്രവർത്തകരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ബില്ലുകൾ സമർപ്പിച്ചു എന്നതടക്കം ഗുരുതര ആക്ഷേപങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രമക്കേടിന്റെ വിവരങ്ങൾ വിജിലൻസിനെയോ പോലീസിനെയോ അധികൃതർ അറിയിച്ചിട്ടില്ല. പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കൃഷി വകുപ്പിന്റെ കീഴിൽ ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ നടക്കുന്ന ഇല്ല പദ്ധതി കൊണ്ട് വൗച്ചർ എഴുതി കപ്പിട്ട് പ്രഷർ കബളിപ്പിച്ച് ഈ നാട്ടിലെയും പറ്റിച്ച് നടക്കുന്ന അഴിമതിക്കഥ പുറത്തു വരിക എന്ന ലക്ഷ്യം കൂടി തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ഒരു വികസന വകുപ്പ് ഈ നാട്ടിലെ കർഷകരെ രക്ഷിക്കാനാണെന്ന വ്യാജ പേരിൽ അവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കാത്തതായ പദ്ധതികൾ എഴുതി ഒപ്പിട്ട് ട്രഷറിയെ കബളിപ്പിച്ചും ഇനിയുള്ള ആളുകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷമീറ നാസർ, MH റഫീഖ്, MN സലാഹുദ്ദീൻ, അബ്ദുൾ ഹൈ, താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീന്റെ നേതൃത്വത്തിൽ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. കൃഷി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്കും മറ്റും ചെലവായതായി സമർപ്പിച്ച ബില്ലുകളിൽ ഒപ്പ് വ്യാജമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരിശോധനാ സമയത്ത് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ല. ലഭിച്ച സേവനങ്ങളുടെ പേരിൽ വ്യക്തികൾക്ക് കൈമാറേണ്ട തുകകൾ അധികൃതർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും ആക്ഷേപമുണ്ട്. നടക്കാത്ത യോഗങ്ങളുടെ പേരിൽ വൗച്ചർ പാസാക്കിയെടുത്തെന്നും റിപ്പോർട്ടിലുണ്ട്. പരിശീലന പരിപാടികൾ, ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചതിന്റെ മറവിലാണ് ഏറെയും ക്രമക്കേടുകൾ. വ്യാജ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ച് തുക പാസാക്കിയെടുത്തത് ക്രിമിനൽ കുറ്റമാണെന്നതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ചതിനെതിരെ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനാ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത്. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. KLM യൂണിറ്റ് പ്രസിഡന്റ് PV ഷാജൻ അധ്യക്ഷനായി. സെക്രട്ടറി KK ജോഷി, ട്രഷറർ PL ലിയോ, കേന്ദ്രസമിതി പ്രസിഡന്റ് അൽഫോൺസ് മുട്ടത്ത്, സെക്രട്ടറി AJ ജോൺസൺ, ട്രസ്റ്റിമാരായ PV തോമസ്, TL ജോൺസൺ, PK ജാക്സൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിഷേധം 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 ക്രൈസ്തവ മക്കളെ തല്ലി ചതയ്ക്കാൻ ക്രൈസ്തവ മക്കളെ തല്ലി ചതയ്ക്കാൻ ആരും മുതിരേണ്ട സിൽവർ ജൂബിലി നിറവിൽ സുഹൃതം തിരുവെങ്കിടത്തിന്റെ റംസാൻ, വിഷു, ഈസ്റ്റർ ജീവകാരുണ്യ സംഗമം. ജീവകാരുണ്യ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ നിറവിലെത്തിയ ആഹ്ലാദത്തോടെയായിരുന്നു സംഗമം. 100ഓളം അമ്മമാർക്ക് 1000 രൂപ പെൻഷൻ, 500 രൂപയുടെ പലവ്യഞ്ജന കിറ്റ്, 101 രൂപയുടെ വിഷു കൈനീട്ടം, വിഷു സദ്യ എന്നിവ സംഗമത്തിൽ നൽകി. കോടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സുവിധ സംഗമം ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സനോജ് ഉദ്ഘാടനം ചെയ്തു.
സുഹൃതം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര മുഖ്യ സന്ദേശം നൽകി. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട് ആമുഖപ്രസംഗം നടത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകൻ കെ വി സുബൈർ, മുൻ നഗരസഭാ ചെയർമാൻ മേഴ്സി ജോയ്, എൻ രാജൻ, ഗിരീഷ് കുമാർ പാലിയത്ത് എന്നിവർ സംസാരിച്ചു. പി ശശിധരൻ നായർ, മാധ്യമപ്രവർത്തകരായ മേഘ, പാർവതി എന്നിവർ വിതരണം നിർവഹിച്ചു. സുഹൃതം സ്ഥാപക സെക്രട്ടറിയും രക്ഷാധികാരിയുമായ വി ബാലചന്ദ്രനെ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട 84ന്റെ നിറവിലെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ച് സ്നേഹാദരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു. 100ന്റെ നിറവിലെത്തിയ കുരുവെട്ടി വാസുദേവൻ നായർക്ക് പിറന്നാൾ സ്നേഹവും പങ്കുവച്ചു. MSN മേനോൻ, PI സൈമൺ മാസ്റ്റർ, M പ്രഭാകരമാരാർ, PK വേണുഗോപാൽ, NK ലോറൻസ്, CD ജോൺസൺ, K നന്ദകുമാർ, C ബാലാമണി മേനോൻ, ബേബി കൃഷ്ണൻ, PR സുബ്രഹ്മണ്യൻ, KS പരമേശ്വരൻ, ജോയ് തോമസ്, സരസ്വതി മാരാർ, പത്മിനി ശശിധരൻ, ശശി വാർനാട്ട് എന്നിവർ നേതൃത്വം നൽകി. സമ്മേളനാനന്തരം വിഷുസദ്യയുമുണ്ടായി. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 45ാമത് ജനകീയ ഫുട്ബോൾ മേളയുടെ 1ാം സെമി ഫൈനലിൽ നറുക്കെടുപ്പിലൂടെ ലാസിയോ ആനക്കല്ല് വിജയികളായി. GCC ചാലിശ്ശേരിയുമായുള്ള മത്സരം മുഴുവൻ സമയത്തിലും തുടർന്ന് ഷൂട്ടൌട്ടിലും സമനില പാലിച്ചതോടെയാണ് നറുക്കിട്ട് വിജയിയെ തെരഞ്ഞെടുത്തത്. വെള്ളിയാഴ്ച 2ാം സെമി ഫൈനലിൽ ഗ്രാമവേദി ചാവക്കാട്, താജ് ഗ്രൂപ്പ് പന്നിത്തടം എന്നിവർ ഏറ്റുമുട്ടും. ഞായറാഴ്ച രാത്രിയാണ് ഫൈനൽ. അണ്ടർ 15, അണ്ടർ 19, സീനിയർ വിഭാഗങ്ങളിലായി 30ഓളം ടീമുകളാണ് പങ്കെടുക്കുന്നത്. 5000ഓളം പേർ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കാണാനായി എത്തിച്ചേരുന്നുണ്ട്. MM വിൽസൺ, ബാബു പള്ളിക്കര, സാബു ഐനൂർ, വിനു വിൽസൺ എന്നിവർ ഫുട്ബോൾ മേളയ്ക്ക് നേതൃത്വം നൽകും. കൈക്കോർക്കാം ലഹരിക്കെതിരെ. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല വേദിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ വനിതാ റാലി നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9-ന് കുന്നത്തേരിയിൽ നിന്ന് ആരംഭിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിക്കും. തുടർന്ന് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വിദ്യാർത്ഥികൾക്കായി VHS NSS സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത് പയ്യഴി നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും. സാംസ്കാരിക നിലയം രജത ജൂബിലിയുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ വായനശാല സംഘടിപ്പിക്കുന്നുണ്ട്. സർഗരചന, നാടൻപാട്ട് മത്സരങ്ങൾ, തൊഴിൽ പരിശീലനം, സാംസ്കാരിക സമ്മേളനം, നാടകം, വിജയ സദസ്സ്, ഓണപ്പാട്ട് മത്സരം, നിയമബോധവൽക്കരണ ക്ലാസ്, കേരള നവോത്ഥാനം സെമിനാർ എന്നിവ നടക്കും. 2026 ജനുവരി 30-ന് സമാപന സമ്മേളനം നടക്കും. മറ്റം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി യോഗം പ്രസിഡന്റ് VA കൊച്ചുലാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സെക്രട്ടറി VC ഗ്ലാഡ്രെ ജോൺ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് ശേഷം CT ജോസഫ് ഉന്നയിച്ച ഭേദഗതികളുടെ റിപ്പോർട്ടിംഗ് അംഗീകരിച്ചു. ട്രഷറർ KL ഫ്രാൻസിസ് വരവ് ചെലവ് കണക്കും സെക്രട്ടറി കാരുണ്യ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് വരണാധികാരിയായ MV തോമസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റായി VA കൊച്ചുലാസർ, സെക്രട്ടറി VC ഗ്ലാഡ്രെ ജോൺ, ട്രഷറർ KL ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് സത്യപാലൻ മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി ജേസൺ ചിറമൽ, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആയി MV തോമസ്, CT ജോസഫ് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പഴഞ്ഞി വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതക വില വർധനവിനെതിരെ ജെറൂസലേം സെന്ററിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. CPIM ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. KSKTU വനിതാ സബ് കമ്മിറ്റി കൺവീനർ PK കൌസല്യ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KK സുനിൽകുമാർ, വാർഡ് മെമ്പർ ഖദീജ ഹസൻ എന്നിവർ സംസാരിച്ചു. ബിന്ദു മനോഹരൻ സ്വാഗതവും ശൈലജ അരുൺദാസ് നന്ദിയും പറഞ്ഞു. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നാട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ CDSകളുടെ നേതൃത്വത്തിൽ വിപണന മേളയ്ക്ക് തുടക്കമായി. കുന്നംകുളം നഗരസഭയിൽ കുടുംബശ്രീ CDS 1ന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് പിറകുവശത്ത് ആരംഭിച്ചിട്ടുള്ള വിഷുചന്ത നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ യൂണിറ്റുകൾ വിളവെടുത്ത പച്ചക്കറികളും ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുമാണ് ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത്. വാഴപ്പഴം, മാങ്ങ, വെള്ളരിക്ക, ചേന, കുമ്പളം, കൂർക്ക, മത്തൻ, കൊള്ളി, ഉണ്ണിയപ്പം, ചിപ്സ്, അച്ചാറുകൾ തുടങ്ങിയവ ചന്തയിൽ ലഭിക്കും. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിഭാഗം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. CDS മെമ്പർമാർ, അക്കൗണ്ടന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് CDS 1ന്റെ ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ സ്വാഗതവും മെമ്പർ സെക്രട്ടറി PB ബിന്നു നന്ദിയും പറഞ്ഞു. 13-ാം തീയതി ഞായർ വരെ വിഷുചന്ത പ്രവർത്തിക്കും. വടക്കേകാട് CDSന്റെ നേതൃത്വത്തിൽ വിപണനമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീലൻ MK ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന പ്രസിഡന്റ് ഏറ്റുവാങ്ങി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് പനങ്ങാവിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് എന്നിവർ സംസാരിച്ചു.
CDS മെമ്പർമാർ അഗ്രി CRP അക്കൗണ്ടന്റ് BC സുജ, CDS മൈക്രോ എന്റർപ്രൈസ് കൺവീനർ റസിയ എന്നിവർ പങ്കെടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച വിപണനമേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ ഷാലി ചന്ദ്രശേഖരൻ, സീമ ഷാജു, ലിസി വർഗീസ്, സുരേഷ് കരുമത്തിൽ, കൃഷി ഓഫീസർ CR രാഗേഷ്, CDS ചെയർപേഴ്സൺ ഷീല മുരളി, CDS മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ, നാടൻ പച്ചക്കറികൾ, വിവിധതരം തുണിത്തരങ്ങൾ എന്നിവ മിതമായ നിരക്കിലാണ് വിൽപ്പന നടത്തുന്നത്. ഏപ്രിൽ 12 വരെ മേള തുടരും. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാവേലി സ്റ്റോറിന് സമീപം ആരംഭിച്ച വിപണനമേള പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർമാരായ ഉഷ, ഗിരിജ, നിഷിൽ, ഫസൽ റഹ്മാൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ എന്നിവർ സംസാരിച്ചു. അഗ്രികൾച്ചർ CRP ഷജ്മ, ശ്രീജ സുനിൽ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ JLGക്കാരുടെ പച്ചക്കറികൾ, കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള വിഷുചന്ത ഏപ്രിൽ 11 മുതൽ 13 വരെയായി 3 ദിവസങ്ങളിൽ നടക്കും. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വിഷുചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, വൈസ് ചെയർപേഴ്സൺ ലത സുധാകരൻ, മെമ്പർ സെക്രട്ടറി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, MEC സ്മിത, CDS മെമ്പർമാർ ജാസ്മിൻ, സുമയ്യ, അഗ്രി CRP പ്രസീത, മറ്റ് ADS അംഗങ്ങൾ, JLG അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുനയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 5 വയോജനങ്ങൾക്കും 15 ഭിന്നശേഷിക്കാർക്കും 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീം അഷ്റഫ്, പഞ്ചായത്ത് അംഗം സെലീന നാസർ, കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ്, ICDS സൂപ്പർവൈസർ ശാന്തിനി എന്നിവർ സംസാരിച്ചു. കൃഷി ലഹരിയാക്കിയ ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ M ബാലാജിയുടെ തോട്ടത്തിലെ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. കൊരട്ടിക്കരയിലെ ബാലാജിയുടെ വസതിയോട് ചേർന്നുള്ള 1 ഏക്കർ സ്ഥലത്താണ് വിഷുവിന് വിളവെടുക്കാൻ പാകത്തിൽ കണിവെള്ളരി കൃഷി ചെയ്തിരുന്നത്. വെള്ളരിക്ക് പുറമെ മത്തൻ, കുമ്പളം, പയർ, വെണ്ട, വഴുതന, ചോളം തുടങ്ങി നിരവധി പച്ചക്കറികളും തോട്ടത്തിൽ വിളയിച്ചിട്ടുണ്ട്. തികച്ചും ജൈവരീതിയിൽ തയ്യാറാക്കുന്ന വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ഇത്തവണ തോട്ടത്തിൽ ഇരട്ട വെള്ളരി വിളഞ്ഞത് കൗതുക കാഴ്ചയായി. വിളവെടുക്കുന്ന പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ കർഷകന്റെ കടയുമുണ്ട്. ദിവസവും വിളവെടുത്ത ശുദ്ധമായ പച്ചക്കറികളാണ് വൈകുന്നേരങ്ങളിൽ മിതമായ വിലയിൽ ഇവിടെ നിന്നു ലഭിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടുന്ന വിപണന കാര്യങ്ങളെ കുറിച്ചാണ് കർഷകർ ഏറ്റവും വലിയ പരാതിയുള്ളത്. ആ വിപണന ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മളെന്ന് മാത്രമല്ല കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് വേറെ സംവിധാനമൊന്നുമില്ല. നമ്മൾ പെരുമ്പിലാവിലെ റോഡ് സൈഡിൽ ചെറിയ ഷെഡ് കെട്ടി എല്ലാ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ദിവസവും വിളവെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CPIM നേതാവും സാമൂഹിക പ്രവർത്തകനുമായ ബാലാജിയുടെ സഹധർമ്മിണിയും കൃഷിയിൽ സജീവമായി ഒപ്പമുണ്ട്. കൃഷിയെ ഒരു ലഹരിയായി കാണുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ല പച്ചക്കറികൾ ഉപയോഗിക്കുവാനും ഇതിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കാനും സാധിക്കുമെന്നതോടൊപ്പം ഒരു നല്ല തൊഴിലും ജീവിതോപാധിയും കൂടിയാണ് കൃഷി എന്നാണ്. കണിവെള്ളരി കണി കണ്ടാൽ അല്ലെങ്കിൽ അതുപോലെ പച്ചക്കറിയൊക്കെ വെക്കും, പക്ഷെ വെള്ളരി തന്നെ കണി പൂർത്തിയാവില്ല. അപ്പം അങ്ങനെ കണി കണ്ടാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായിരിക്കും എന്നാണ് മലയാളി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ മലയാളികളും, കേരളത്തിലെന്നല്ല മലയാളി ലോകത്ത് എവിടെയുണ്ടോ ആ മലയാളികളൊക്കെ വിഷു ആഘോഷിക്കും. ആ വിഷുയുടെ ആഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പുലർച്ചെ വിഷുക്കണി കാണലാണ്. ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകനുള്ള പുരസ്കാര ജേതാവ് കൂടിയായ ബാലാജിയുടെ അഭിപ്രായം.
പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മന ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ പാഴിയോട്ടുമുറി പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വെള്ളരി, പടവലം, വെണ്ട ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തെക്കേടത്ത് മന ഡയറക്ടർ KR രഞ്ജിത്ത് അധ്യക്ഷനായി. പാടശേഖര സമിതി പ്രസിഡന്റ് MG സന്തോഷ്, പ്രിയ രഞ്ജിത്ത്, E ചന്ദ്രൻ, PE ബാബു, ഷാജു പുലിക്കോട്ടിൽ, ശശി കുടക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബ്രഹ്മകുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സബ് കമ്മിറ്റി പാചകവാതകത്തിന്റെ വില വർധനയിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകര പോൾമാസ്റ്റർ പടിയിൽ നടന്ന സമരം അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ CITU എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീബിത ഷാജി ഉദ്ഘാടനം ചെയ്തു. സുനിത വിജയൻ അധ്യക്ഷയായി. CPM ചിറ്റാട്ടുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, സതി കൃഷ്ണൻ, AS സതീഷ്, CF രാജൻ, ഷൈനി സതീഷ് എന്നിവർ സംസാരിച്ചു. വിപണി. എരുമപ്പെട്ടി എടപ്പുള്ളി വെസൽസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തന പാരമ്പര്യത്തിന്റെ 90ാം വർഷത്തിലേക്ക് കടക്കുന്ന എരുമപ്പെട്ടിയിലെ എടപ്പുള്ളി വെസ്റ്റൽ സ്ഥാപനത്തിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം AD ആന്റണി എടപ്പുള്ളി നിർവഹിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, പ്രമുഖ കമ്പനികളുടെ ഫാൻ, കുക്കർ, മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ മുതലായവയുടെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടായിരിക്കും. സർവീസിംഗും ഷോറൂമിൽ ലഭ്യമാണ്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ഷോറൂമിന്റെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സുഹൃത്തുക്കളും വ്യാപാരി വ്യവസായികളും പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്ക് 9995861655 9447466781. നീണ്ടൂർ തോടിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. ഫണ്ട് പാസായിട്ടും കടങ്ങോട് പഞ്ചായത്ത് 15ാം വാർഡ് നീണ്ടൂർ തോടിലെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് വശങ്ങൾ കെട്ടി പരിപാലിക്കാതെ ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. SDPI കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് AM തൗഫീഖ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ട്രഷറർ ഇല്യാസ് നീണ്ടൂർ, സലീം നീണ്ടൂർ, നിഷാദ് ക്രിസ്റ്റൽ, ഹനീഫ നീണ്ടൂർ, റഹ്മാൻ നീണ്ടൂർ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8745 രൂപ, പവന് 69,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം. CPIM പോർക്കുളം സെന്റർ ബ്രാഞ്ച് മുൻ സെക്രട്ടറി കുട്ടംകുളങ്ങര വീട്ടിൽ പരേതനായ കുഞ്ഞുമോൻ മകൻ ജിനേഷ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. കോമളം മാതാവും പ്രഭിത ഭാര്യയും അനുനന്ദ്, അൻവിത എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര അമ്പലത്തിന് സമീപം താമസിക്കുന്ന വടാശ്ശേരി ഭാസ്കരൻ ഭാര്യ എച്ചു എടത്തി എന്ന ലക്ഷ്മി നിര്യാതയായി. 82 വയസ്സായിരുന്നു. ബാബുരാജ്, സുനിൽകുമാർ, ഷീന, സുമേഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കുന്നംകുളം തെക്കേപ്പുറത്ത് AKG റോഡിൽ കരുത്തിക്കുളം അയ്യപ്പൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. രമണി ഭാര്യയും ബിനീഷ്, ബിനിത എന്നിവർ മക്കളുമാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടക്കഴിയൂർ 4ാം കല്ലിൽ 4 വയസ്സുകാരന് കുറുക്കന്റെ കടിയേറ്റു. പുതുക്കുളത്ത് വീട്ടിൽ റെജീന സിയാദിന്റെ മകൻ സയാനാണ് കുറുക്കന്റെ കടിയേറ്റത്. കുറുക്കന്റെ ആക്രമണത്തിൽ പകച്ച് നാട്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കല്ലുംപുറം ചാലിശ്ശേരി പാതയിലെ തകർന്ന റോഡ് ടാറിംഗ് നടത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി.
ഒരുവനയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അംഗങ്ങൾ പഞ്ചായത്തിന് മുമ്പിൽ നിരാഹാര സമരം ആരംഭിച്ചു. പ്രതിപക്ഷ ആരോപണം അവാസ്തവമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. വീടും പരിസരവും അരങ്ങാക്കി ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് ഒരുക്കുന്ന 3ാമത് വീട്ടരങ്ങ് നാടകം. ശങ്കരേട്ടന്റെ വെളിപാടുകൾ കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്തു. സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കി മറ്റം ചേലൂരിൽ അരങ്ങേറിയത് ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ 3ാമത് വീട്ടരങ്ങ് നാടകം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.